വർഷം 1948. വിവിധ നാടുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മുസ്ലിം ലീഗ് കൗൺസിൽ അംഗങ്ങൾക്കൊരു യോഗം ചേരാൻ മദ്രാസ് നഗരത്തിലെ വാടക മുറികൾ അന്വേഷിച്ചു നടന്നു ആ വലിയ മനുഷ്യൻ. ലീഗിനായതിനാൽ ഹാളുകൾ നൽകാൻ പലരും തയ്യാറായില്ല. ഒടുവിൽ മാർച്ച് 10 തമിഴ്നാട്ടിലെ സർക്കാർ അതിഥി മന്ദിരമായ രാജാജി ഹാളിൽ ആ യോഗം നടന്നു. രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് തണലും നിലാവുമൊരുക്കി ആത്മധൈര്യത്തിന്റെ ഹരിത പതാകയുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിറവിയെടുത്തു. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. ആ ലീഗുകാർ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമായി സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും പടുത്തുയർത്തി. അവകാശ പോരാട്ടങ്ങളുടെ പോർനിലങ്ങളിൽ അഗ്നി പോലെ ജ്വലിച്ചു. ചോരയും കണ്ണീരും വീണു കുതിരുന്ന ഇന്ത്യൻ തെരുവുകളിലെ പിന്നാക്ക ജനതയുടെ ഹൃദയ വിലാപങ്ങൾ ഏറ്റെടുക്കാൻ നിർഭയരായി ഓടിയെത്തി. ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്ത നിയമനിർമ്മാണങ്ങളെ എല്ലായിടത്തും ലീഗ് എതിർത്ത് തോൽപ്പിച്ചു. പ്രതീക്ഷയറ്റ പതിനായിരങ്ങൾക്ക് ബൈത്തുറഹ്മയുടെ സ്നേഹത്തണൽ വിരിച്ചു. പെയ്തുതോരാത്ത കാരുണ്യ പെരുമഴയായി CH സെന്ററുകൾ ജനലക്ഷങ്ങൾക്ക് ആശ്വാസം പകർന്നു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും മനുഷ്യരെ ചേർത്തുപിടിച്ച് KMCCയും സേവന വഴിയിൽ അതുല്യരായ വൈറ്റ് ഗാർഡും ലീഗ് സമ്മാനിച്ചു. എല്ലായ്പ്പോഴും മതേതരത്വത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ട ലീഗ് അല്ലാത്തവർക്ക് പോലും പ്രിയപ്പെട്ടതായി മാറി.